ഹലോ എവ്രിയോൺ, ഞാൻ അലീന. ഇന്നത്തെ വെബിനാർ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഫെസാഡെക്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഫെസാഡ് എഞ്ചിനീയറിംഗിന്റെ ലോക സാധ്യതകൾ അറിയാം എന്ന ഈ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫെസാഡെക്സ് അക്കാദമിയുടെ ലീഡ് ഫാക്കൽറ്റിയായ സ്വാലിക് സാറാണ്. ഫെസാഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ആഗോള തൊഴിൽ സാധ്യതകൾ, ഈ മേഖലയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, തുടക്കക്കാർ ലഭ്യമായ കരിയർ ഗ്രോത്ത്, ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവെക്കും. ഇപ്പോൾ ലോകമെമ്പാടും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫെസാഡ് എഞ്ചിനീയറിംഗ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളും യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിപണികളിൽ ഈ മേഖലയ്ക്ക് വലിയ ആവശ്യകതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഗ്രാജുവേറ്റ്സ് കരിയർ ഷിഫ്റ്റ് ആലോചിക്കുന്നവർക്കും ഈ സെക്ഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനാൽ എല്ലാവരും സെക്ഷൻ മുഴുവൻ ശ്രദ്ധയോടെ പങ്കാളികളാകണമെന്നും അവസാനം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാമെന്നും അറിയിക്കുന്നു. ഇനി ഇന്നത്തെ വെബിനാർ നയിക്കാൻ സ്വാലിക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. ഹലോ, കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു അലീന. അപ്പോൾ നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിയിരുന്നാൽ നമുക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ 8 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ വിശദമായിട്ട് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ, ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണ്, ഫസാഡെക്സ് അക്കാഡമി എന്താണെന്നൊക്കെ ഒരു ചെറുതായിട്ടൊരു പരിചയപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓഡിയോ ഓക്കെ അല്ലേ? അലീന, ഓഡിയോ ഓക്കെ അല്ലേ? സാർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സെഷനായിട്ടാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് മാക്സിമം ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയും, ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണ്, ഫസാഡെക്സ് എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ, അത് ക്വസ്റ്റ്യൻ ചോദിക്കാനോ അതിന് ആൻസർ നൽകാനുള്ളൊരു സെഷനും കൂടിയാണ്. അപ്പോൾ അതിലും കൂടി മാക്സിമം എല്ലാവരും പങ്കെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് വളരെ ഷോർട്ടായിട്ടായിരിക്കും അവതരിപ്പിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. കുറേ പേര് നമ്മുടെ PR ടീമിനായിട്ട് ഓൾറെഡി സംശയങ്ങൾ ഇതാക്കിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ വെബിനാർ തുടങ്ങുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജസ്റ്റ് അതായത്, ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ BTech കഴിഞ്ഞവർ, ഡിപ്ലോമ കഴിഞ്ഞവർ, സിവിൽ മെക്കാനിക്കൽ ഒക്കെ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യമാണ്, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവണം എന്നാണ് നിങ്ങളെ ആഗ്രഹം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സീനിയേഴ്സും അതല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ളവരും റിലേറ്റീവ്സൊക്കെ സിവിൽ പഠിച്ചാൽ ഇന്നതാവാം, അതല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ചാൽ ഇന്ന കരിയർ എടുക്കാം, ഇന്നൊരു എഞ്ചിനീയർ ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളും, അതല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഇന്നതായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെ ഉള്ള കുറേ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. എന്താണെന്നോ അതല്ലെങ്കിൽ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, ഇപ്പോൾ ഒന്നുകിൽ സൈറ്റ് സൂപ്പർവൈസർ ആവാം, അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആവാം, അല്ലെങ്കിൽ സൈറ്റിൽ അസിസ്റ്റൻ്റ് ആവാം. ഇപ്പോൾ മെക്കാനിക്കലൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻ്റ് ആവാം എന്നൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറെ രീതിയിൽ ചിന്തിച്ചാൽ, നിങ്ങൾക്ക് മുന്നേ പഠിച്ചിറങ്ങിയ, 1 വർഷം 2 വർഷം മുന്നേ പഠിച്ചിറങ്ങിയ എഞ്ചിനീയേഴ്സ്, നിങ്ങളെ സീനിയേഴ്സൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അവരും ചിലപ്പോൾ ഈ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കും. പൊതുവിൽ നമ്മുടെ നാട്ടിൽ 90% സിവിൽ കഴിഞ്ഞ, മെക്കാനിക്കൽ കഴിഞ്ഞ സ്റ്റുഡൻസൊക്കെ പൊതുവിൽ ഇപ്പോൾ വല്ല സൈറ്റ് സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ സൈറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു കുറഞ്ഞ സാലറി ആയിരിക്കും. മാക്സിമം സാലറി ഒരു 10,000 രൂപ മാക്സിമം പോയാൽ. ഇപ്പോൾ സിവിൽ ഡ്രാഫ്റ്റ്മാനും ഇതൊക്കെ ആയി വർക്ക് ചെയ്യണവർക്ക് മാക്സിമം ഒരു 6,000 രൂപ 7,000 രൂപയൊക്കെയാണ് ഇപ്പോൾ ഫ്രഷേഴ്സിന് കിട്ടുന്ന സാലറി. അവർക്ക് അവരുടെ കരിയറിൽ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ സിവിലായിരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ ഏതെങ്കിലും ഓഫീസുകളിൽ വർക്ക് ചെയ്യും. അതല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പം നമ്മളെ ചുറ്റുമുള്ളവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ചുറ്റും സിവിലും മെക്കാനിക്കലൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഈ ഒരു
90% ആളുകളും ഈ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് എന്താണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലി സിവിൽ കഴിഞ്ഞ മെക്കാനിക്കൽ കഴിഞ്ഞ ഗ്രാജുവേറ്റ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവർക്ക് എന്താവില്ല, അവെയർ ഉണ്ടാവില്ല, അവർ അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ എല്ലാവരും പോണ മാർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്നത്. അതായത് അവരെ സീനിയർ അങ്ങോട്ട് പോയി, അങ്ങോട്ട് അവർ പോകും, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് എന്താണ് പറഞ്ഞത് അങ്ങോട്ട് പോകും. അവർക്ക് എന്താ വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഗൾഫിലായാലും യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും ട്രെൻഡിങ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള മേഖലയെ കുറിച്ച് അവർക്ക് എന്തുണ്ടാവില്ല, വലിയ അറിവുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, മുന്നേ പോയടത്തേക്ക് മാത്രം പോകുന്നത്. എല്ലാവരും ഒന്നെങ്കിൽ ബിമ്മ് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ ഓട്ടോകാഡ് പഠിക്കാനോ, അതല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ, 3D മാക്സ് പഠിക്കാൻ, അങ്ങനെ 3D സോഫ്റ്റ്വെയർ പഠിക്കാൻ. ഇതിലൊക്കെ ഒരു ഗ്രോത്തിന് എന്തുണ്ട്, ഒരു പരിധി ഉണ്ട്. കാരണം അത് ഇൻഡസ്ട്രിയിൽ ഇഷ്ടം പോലെ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് ഗ്രാജുവേറ്റ്സ് എൻ്ററിങ് ദ മാർക്കറ്റ് എവരി ഇയർ. ഓരോ വർഷവും ആയിരക്കണക്കിന് ഗ്രാജുവേറ്റ്സ് ആണ് നമ്മളെ നാട്ടിൽ പുറത്തു വരുന്നത്. അവർക്ക് എല്ലാവരും ഇതുപോലുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള പല മേഖലയിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തില്ല, പ്രത്യേകിച്ച് ഗ്രോത്ത് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് സ്കില്ല് ഉണ്ടാവില്ല, ഒരു സ്പെഷ്യൽ സ്കില്ല് ഉണ്ടാവില്ല. എല്ലാവരും ഡിപ്ലോമ കഴിഞ്ഞവരാണ്, എല്ലാവരും ബിടെക് കഴിഞ്ഞവരാണ്. അവർക്ക് സ്പെഷ്യലായിട്ട് കമ്പനികൾ നിങ്ങളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ കമ്പനികൾ, അവർക്ക് നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ല് എന്തെങ്കിലും വേണം. 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കമ്പനിയും നിങ്ങളോട് നിങ്ങൾക്ക് ഏത് ഡിഗ്രിയാണ്, നിങ്ങളെ സർട്ടിഫിക്കറ്റ് എന്താണെന്നൊന്നും ചോദിക്കാൻ പോണില്ല. അവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് പറ്റിയ എന്ത് സ്കില്ലാണ് നിങ്ങളെടുത്തുള്ളത്, ആ സ്കില്ലിനനുസരിച്ചുള്ള ഇത് നമുക്ക് കമ്പനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സ്കില്ലുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി കമ്പനികൾ നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കുറേ എൻജിനീയേഴ്സ് ആണ് ഓൾറെഡി, തൗസൻഡ്സ് ഓഫ് ഗ്രാജുവേറ്റ്സ് എൻ്ററിങ് ദ മാർക്കറ്റ് എവരി ഡേ. ഓരോ വർഷവും ഇപ്പോൾ കേരളത്തിൽ ഒരു കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 20,000-ത്തിലധികം സിവിൽ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സ് ഒരു വർഷം പുറത്തിറങ്ങുന്നുണ്ടെന്നാണ് മിനിമം കണക്ക്. അപ്പോൾ 20,000 ആളുകൾക്കൊന്നും നമ്മളെ കേരളത്തിലും ഗൾഫിലും ആ സെയിം ഇതുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ മാത്രമുള്ള സംവിധാനം ഇപ്പൊ കമ്പനികളിൽ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ടിപ്പിക്കൽ ആയിട്ടുള്ള കുറഞ്ഞ ശമ്പളത്തിലുള്ള ജോലിയിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന ഒരു ഫീൽഡിനെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ പലരും ചിലപ്പോൾ നമ്മളെ PRO ടീമുമായൊക്കെ സംസാരിച്ച് കുറേയൊക്കെ ഫസാഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ഫസാഡ് എഞ്ചിനീയറിംഗ് ഒരു വ്യത്യസ്തമായ മേഖലയാണ്, അതുപോലെ വളരെ ജോലി സാധ്യതയുള്ള, വളരെ കരിയർ ഗ്രോത്ത് കിട്ടുന്ന ഒരു മേഖലയാണെന്നും, പിന്നെ ഗൾഫ് നാടുകളിലും യൂറോപ്പിലൊക്കെ വലിയ സാധ്യതകളാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതും അത് എന്താണെന്നുള്ളത് ഷോർട്ടായിട്ട് പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ഫസാഡ് എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ഫേസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ എന്നൊക്കെയാണ് ഫസാഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങളൊരു എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ദുബായിലുള്ള ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫയുടെ എക്സ്റ്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ എക്സ്റ്റീരിയർ കംപ്ലീറ്റ്ലി ഗ്ലാസും അലുമിനിയവും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയർ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഉള്ള സാധാ ടിപ്പിക്കൽ ബിൽഡിങ്ങുകൾ, ചെറിയ ബിൽഡിങ്ങുകളൊക്കെ പൊതുവെ കോൺക്രീറ്റോ അതല്ലെങ്കിൽ ബ്രിക്ക് മേസൻട്രിയോ അതല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഗൾഫ് നാടുകളിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ, ഡെവലപ്ഡ് മെട്രോ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവും. അവരൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ഗ്ലാസ്, അലുമിനിയം, ഈ അലുമിനിയം നമ്മൾ വിചാരിക്കണ പോലെ, നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു വലിയ രീതിയിൽ ബിൽഡിങ്ങുകൾക്ക് എക്സ്റ്റീരിയർ ചെയ്യുന്നത് അലുമിനിയം പ്ലസ് ഗ്ലാസ്. അതിന് നമ്മൾ സിസ്റ്റം വിൻഡോസ്, സിസ്റ്റം കർട്ടൻ വാൾ എന്നൊക്കെ പറയും. അതായത് ഡബിൾ ഗ്ലാസ്, നമ്മുടെ നാട്ടിൽ കാണുന്ന നോർമൽ ഗ്ലാസ് അല്ല, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡബിൾ ഗ്ലാസ് ലെയറുകൾ കൊണ്ട് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു എക്സ്റ്റീരിയർ എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനു വേണ്ടി ഉള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ശാഖയാണ്, അതല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. നോർമലി നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് വ്യത്യസ്തമായ മേഖലകളുണ്ട്. ഉദാഹരണത്തിന് മെക്കാനിക്കൽ പാർട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറൽ പാർട്ടുണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്,
അങ്ങനത്തെ പല അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ഇതൊക്കെ ഉണ്ട്. ഇതുപോലെ പുറം രാജ്യങ്ങളിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ മെയിനായിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫസാഡ്. ഫസാഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഫസാഡ് എഞ്ചിനീയർ. ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ചെറിയൊരു അലുമിനിയം വിൻഡോ മുതൽ വലിയ വലിയ ബിൽഡിങ്ങിന്റെ, അതായത് സ്കൈ സ്കാപ്പേഴ്സ്, ഫ്ലാറ്റുകൾ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള മേഖലയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അപ്പോൾ അതാണ് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ. ഇപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ അതിൽ വിൻഡോസ്, ഡോർസ്, പിന്നെ കർട്ടൺ വാള്, അതൊക്കെ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലുമിനിയം ക്ലാഡിങ്, സ്കൈലൈറ്റ്, അതുപോലെ റൂഫ് ഗ്ലേസിങ്, ഇങ്ങനെ കുറേ ഫസാഡ് എലമെന്റ്സ് നിലവിൽ വേൾഡ് തലത്തിൽ ഗ്ലോബലി ഫസാഡിന്റെ പരിധിയിൽപ്പെടുന്ന ഐറ്റംസുകൾ, എലമെന്റ്സുകളായിട്ട് നിലവിലുണ്ട്. അപ്പം ഇതൊക്കെ ഫസാഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇതിന്റെ എക്സിക്യൂഷനും ഇതിന്റെ ഡിസൈനിങ്ങും പിന്നെ അത് എങ്ങനെയാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ തീരുമാനിക്കുന്നത് ഫസാഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിന്റെ ഒരു ബേസിക് മോഡൽ നിങ്ങൾക്ക് കാണിച്ചാൽ എന്താണ് ഫസാഡ് എഞ്ചിനീയറിംഗ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇത് പ്രൈം ബിസിനസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിയാദിലുള്ള ഒരു റിസോർട്ടിന്റെ ഒരു 3D മോഡലാണ്, ഒരു നോർമൽ ഒരു കൺസെപ്ഷൻ മോഡൽ. ഇതിൽ നിങ്ങൾ ഫ്രണ്ടിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ കുറേ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡോറുകളുണ്ട്, ഫ്രണ്ട് മൊത്തം ഒരു ഗ്ലാസ് കൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളൊരു ഫസാഡ് എഞ്ചിനീയർ എന്ത് ചെയ്യും, അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആക്കി മാറ്റും. അത് ആദ്യം കാണിക്കുന്നത് നമ്മൾ ആർക്കിടെക്ചറിന്റെ ഒരു കൺസെപ്റ്റാണ്, കൺസെപ്റ്റൽ ഡ്രോയിങ് ആണ്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനും അതിന്റെ ഡ്രോയിങ് ഒക്കെ അതിന് നമ്മൾ ഷോപ്പ് ഡ്രോയിങ് എന്നാണ് പറയുന്നത്. ഈ ഷോപ്പ് ഡ്രോയിങ് ഉണ്ടാക്കൽ ഒരു ഫസാഡ് എഞ്ചിനീയർ ആണ്. അതിന്റെ എലിവേഷൻ, അതുപോലെ അതിന്റെ കൂടുതൽ സെക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസാഡ് എഞ്ചിനീയർ ആണ് ഓട്ടോകാഡിൽ ഇതിങ്ങനെ ഉണ്ടാക്കൽ. പിന്നെ അതിന്റെ ഡീറ്റെയിൽ, അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, അതിന്റെ ഗ്ലാസുകൾ ഏതാണ്, അതിന് വേണ്ട പെർഫോമൻസുകൾക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഡീറ്റെയിലും ഇങ്ങനെയാണ് ഒരു ഫസാഡ് എഞ്ചിനീയർ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസാഡ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിന്റെ രീതി. പിന്നെ എന്താണ് ഒരു ഡിമാൻഡ് എന്നുള്ളതാണ്. ഇപ്പൊ നോർമലി ഞാൻ ഇതൊക്കെ ഓടിച്ചു പറയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, സൗദിയിൽ, UAE, ഖത്തറിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളും പുതിയ പ്രൊജക്റ്റുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സൗദിയിലൊക്കെ ഉള്ള നിയോം പോലുള്ള പ്രൊജക്റ്റുകൾ, പിന്നെ ഖത്തറിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കുറേ പ്രൊജക്റ്റുകൾ. ഇതൊക്കെ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ വലിയ സാധ്യതകൾ തുറന്ന ഒരു മേഖലയാണ്. ഇനിയും ഫ്യൂച്ചറിലും ഏത് കാലഘട്ടങ്ങളിലും കൺസ്ട്രക്ഷൻ വികസിക്കുന്ന രാജ്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് അവിടെ ഫസാഡ് എഞ്ചിനീയറിങ്ങിന് വലിയ വലിയ സാധ്യതകളാണുള്ളത്. ഓരോ ബിൽഡിങ്ങുകളും കുറേ ഫസാഡ് എഞ്ചിനീയറിങ്ങിന്റെ വലിയ പ്രൊജക്റ്റുകളായിട്ടാണ് മാറുന്നത്. ഓരോ പ്രൊജക്റ്റുകളും ഫസാഡ് എഞ്ചിനീയറിങ്ങിന്റെ വർക്കുകളായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതാണ് ഒരു മൊത്തത്തിൽ വേൾഡ് തലത്തിൽ ഉള്ള ഇതിനുള്ള ഒരു ഡിമാൻഡ്. അടുത്തത് ആർക്കൊക്കെയാണ് പൊതുവിൽ ഒരു ഫസാഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ആർക്കിടെക്ചറലായിട്ട് ബിടെക്കോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ ITIയോ കഴിഞ്ഞ ആർക്കിടെക്ചറൽ, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഗ്രാജുവേറ്റ്സ് ആയ ആളുകൾക്കാണ് പൊതുവിൽ നമ്മളെ ഗ്ലോബലി ഫസാഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാവുന്നത്. പക്ഷെ ഇതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഫസാഡ് എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളും വേൾഡ് തലത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല. ഇപ്പൊ നമ്മളാണ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫസാഡ് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു കോഴ്സുകൾ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊതുവിൽ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ ഒരു ഡിഗ്രി തലത്തിലോ പഠിക്കാൻ പറ്റുന്ന ഒരു ഡിഗ്രി കോഴ്സ് അല്ല. ഫസാഡ് എഞ്ചിനീയറിംഗ് ഒരു സ്കിൽ കോഴ്സാണ്. അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഫസാഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരികയും അയാൾ ഫസാഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആ എഞ്ചിനീയർ വർക്ക് ചെയ്ത് സ്വയം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ഫസാഡ് എഞ്ചിനീയർ ആയി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ നമ്മളെ ഗ്ലോബലി ഉള്ളത്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഫസാഡെക്സ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയത്. ഫസാഡെക്സ് അക്കാദമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കില്ല് നമ്മുടെ കോഴ്സ് ആയിട്ട് മാറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് പ്രൊജക്റ്റുകൾ, നമുക്കിവിടെ ഓൾറെഡി ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയും കൂടിയാണ് നമ്മൾ, അതായത് GCC രാജ്യങ്ങളിൽ നിന്നുള്ള
പ്രൊജക്റ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിലബസും പ്ലസ് ഈ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുള്ള എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫസാഡ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങളെ പുറത്തേക്ക് വരുത്തുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല ജോലി സാധ്യതകൾ തുറന്നു തരുന്നു എന്നുള്ളതാണ് നമ്മളെ ഫസാഡെക്സ് അക്കാഡമിയുടെ ഒരു പ്രത്യേകത. ഇതിൽ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫസാഡ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. അത് കൂടാതെ തന്നെ 100% നമ്മൾ ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മളെ സ്റ്റുഡൻസിൽ 18ഓളം സ്റ്റുഡൻസ് നമ്മൾ ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാവരും നല്ല രീതിയിൽ കമ്പനികളിൽ നമുക്ക് പ്ലേസ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്ന് നമ്മൾ പറയാൻ കാരണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. നമ്മൾ മെയിനായിട്ട് 90% ഫസാഡ് എഞ്ചിനീയറിങ്ങിൻ്റെ വർക്കുകളും വരുന്നത് ഓട്ടോകാഡിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ റിവിറ്റും നാവിസ് വർക്കും ഇൻവെൻറ്ററും നമ്മൾ ഒരു ഫസാഡ് എഞ്ചിനീയർ എങ്ങനെ അതൊക്കെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലുള്ള രീതി, അതല്ലാണ്ട് ആ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്ന പരിപാടിയല്ല. ഫസാഡ് എഞ്ചിനീയറിങ് എങ്ങനെയാണ്, ഒരു ഫസാഡ് എഞ്ചിനീയർ എങ്ങനെയാണ് ഓട്ടോകാഡിൽ വർക്ക് ചെയ്യേണ്ടത്, റിവിറ്റിൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു 4 സോഫ്റ്റ്വെയർ നമ്മൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാച്ച് ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ മാസവും ഓരോ ബാച്ച് വീതം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 4 hour ആണ് പെർ ഡേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ കോഴ്സ് ഫീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടാം, അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ ഞാൻ അതിന് കൂടുതൽ വിശദീകരണങ്ങൾ തരാം. അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വളരെ ഓടിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. ഈ ഫസാഡ് എഞ്ചിനീയറിംഗില് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ റെവിറ്റ്, 3ds മാക്സ്, ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് ഈ കോഴ്സിൽ? ഈ നമ്മളെ നിലവിലുള്ള കോഴ്സിലാണോ അതോ നിങ്ങൾ എൻ്റയർ ഫസാഡ് എഞ്ചിനീയറിംഗിലാണോ ചോദിക്കുന്നത്? ഞാൻ എൻ്റയർ ഫസാഡ് എഞ്ചിനീയറിംഗ് ചോദിക്കുന്നത്. അത് ഈ എൻ്റയർ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഫസാഡ് എഞ്ചിനീയർ എപ്പോഴും 90% വർക്ക് ചെയ്യുന്നത് ഓട്ടോകാഡിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോപ്പ് ഡ്രോയിങ് ആണ്. ഷോപ്പ് ഡ്രോയിങ്ങും ഫാബ്രിക്കേഷൻ ഡ്രോയിങ് എന്ന് പറയും, ഡ്രോയിങ്സുകളാണ്. ഇപ്പൊ ഡ്രോയിങ്സിന് ഇപ്പോൾ ഇന്നും ഗ്ലോബലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോകാഡ് തന്നെയാണ്. അപ്പോൾ ഷോപ്പ് ഡ്രോയിങ്, അതായത് അതിന്റെ സബ്മിഷൻ ഡ്രോയിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. കാരണം ഇതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് സ്കില്ലാണ്. മറ്റ് ഇപ്പോൾ ഡിസൈനിങ്ങിനെ പോലെ അതല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ പോലെ ഒരു 3D അതുപോലെ കോൺസെപ്റ്റ് ഇത് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് അല്ല. ഇതൊരു പ്രാക്ടിക്കലാണ്, അതായത് ഒരു എക്സിക്യൂഷൻ ലെവലിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ എക്സിക്യൂഷൻ ആണ്. എങ്ങനെ അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാന്നുള്ള, വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. സോ അതിൽ നമ്മൾ 3Dക്കോ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല. പക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ കോൺസെപ്റ്റുകളൊക്കെ കൊടുക്കാൻ 3D യൂസ് ചെയ്യാറുണ്ട് എന്നല്ലാതെ നോർമലി ഒരു ഫസാഡ് എഞ്ചിനീയർ അയാളെ 90%ഉം വർക്ക് ചെയ്യേണ്ടി വരിക ഓട്ടോകാഡിലാണ്. കാരണം ഇതൊരു എഞ്ചിനീയറിംഗ് ആണ്. ആ എഞ്ചിനീയറിംഗിന്റെ ഡ്രോയിങ്സ്, അതിന്റെ ഡീറ്റെയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓട്ടോകാഡിലാണ് ഉണ്ടാവാറ്. നമ്മളെ കോഴ്സിൽ അത് നമ്മൾ ഇൻക്ലൂഡ് അല്ല. നമ്മൾ കോഴ്സിൽ ഓട്ടോകാഡാണ് മെയിനായിട്ട്. പിന്നെ റിവിറ്റും നാവിസ് വർക്കും ഇൻവെന്ററും നമ്മൾ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ ഒരു ഫസാഡ് എഞ്ചിനീയർ എങ്ങനെ റിവിറ്റിൽ ഒരു പ്ലാൻ എടുക്കണം, അതിന് എക്സ്ട്രാക്ട് ചെയ്യണം, അതിലേക്ക് ഇൻപുട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ 3 സോഫ്റ്റ്വെയറുകളും യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് വിദേശത്ത് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസ് എത്ര % ഉണ്ട്? ലൈക്ക് UAE, സൗദി, വിദേശത്ത് ചാൻസ് 100% സാധ്യതയാണ്. ഇപ്പം നിലവിൽ ഞങ്ങളെ കമ്പനിയുടെ അവസ്ഥ തന്നെ ഞാൻ പറഞ്ഞാൽ, ഞങ്ങളെ കമ്പനിയിൽ കഴിഞ്ഞ വർഷം 18 ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യത്യസ്ത ബാച്ചിലായിട്ട് പുറത്തിറങ്ങിയത്. അതിൽ ഏകദേശം 3 പേര് പുറത്തേക്കാണ് പോയിട്ടുള്ളത്, ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അവർക്ക് ഡയറക്റ്റ് കിട്ടിയതാ. പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കൊച്ചിയിലാണ്. കാരണം അവർക്കൊക്കെ നമ്മളെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം കമ്പനികളായിട്ട് ടൈ അപ്പ് ഉണ്ട് ഗൾഫിലും കേരളത്തിലും.
സോ അവരൊക്കെ നമ്മളെ സ്റ്റുഡൻസ് എന്താ പറയുക കോഴ്സ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തിയിട്ട് അവർ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പതിവാണ്. അപ്പൊ നമ്മളെ സ്റ്റുഡൻസിൽ 3 പേര് പോയത് അവർക്ക് ഗൾഫ് തന്നെ വേണമെന്ന് ചൂസ് ചെയ്തിട്ട് അവർ പോയതാണ്. ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ ഒരു 2-3 വർഷം വർക്ക് ചെയ്തിട്ട് ഗൾഫിക്ക് പോകാന്നുള്ള തീരുമാനത്തിലാണ് അവരൊക്കെ എന്ത് ചെയ്തത്, ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ 100% കാരണം ഡെയിലി നിങ്ങൾ ലിങ്ക്ഡിനിൽ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ എന്താ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ ഡെയിലി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കമ്പനികൾ ഫസാഡ് ഹയറിംഗ് നടക്കുന്നുണ്ട്, ഫസാഡ് എഞ്ചിനീയറിംഗ്സിന്. ഞാൻ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ്. എനിക്ക് 2.5 years എക്സ്പീരിയൻസ് സൈറ്റ് എഞ്ചിനീയറിംഗിലുള്ള. അപ്പൊ ഈ സൈറ്റ് എഞ്ചിനീയറിംഗിന് നിശ്ചിതമായ ഒരു സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ വർഷക്കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഇൻക്രിമെന്റ് കാണത്തില്ല. അതെ അതെ അതെ. ഓക്കെ. അപ്പോ നമ്മളൊരു സാലറി ഇൻക്രിമെന്റ് പ്രതീക്ഷിക്കണമെങ്കിൽ ഇങ്ങനത്തെ അതെ, അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. പൊതുവെ ഈ സൈറ്റ് എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്മാൻ ഇവർക്കൊക്കെ ഗ്രോത്തിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. നിങ്ങളിപ്പോ സൈറ്റ് എഞ്ചിനീയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഫസാഡ് എഞ്ചിനീയറുടെ അവസ്ഥ അങ്ങനെയല്ല. ഫസാഡ് എഞ്ചിനീയർക്ക് പറഞ്ഞാല് ഒരു സ്റ്റാർട്ടിങ് ഒരു ഫസാഡ് എഞ്ചിനീയർ, ഒരു ജൂനിയർ ഫസാഡ് എഞ്ചിനീയർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യല് ആദ്യത്തെ ഒരു 3 വർഷം. അത് കഴിഞ്ഞാൽ അവന്റെ പൊസിഷൻ മാറും. അത് 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ പിന്നെ സീനിയർ ഫസാഡ് എഞ്ചിനീയർ ആയി. അത് കഴിഞ്ഞ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞാൽ അവൻ ടീം ലീഡർ ആവും. അത് കഴിഞ്ഞൊരു 10-12 വർഷം കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ മാനേജർ. അപ്പൊ ഈ ഒരു ഗ്രോത്ത് പറഞ്ഞ പ്രൊഫഷൻ തന്നെ നമ്മളത് മാറും, അതായത് നമ്മളെ പൊസിഷൻ തന്നെ മാറും. അതിനനുസരിച്ചാണ് നമ്മൾ ഗ്രോത്ത് വരുന്നത്. ഒരു സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞാൽ എന്നും ചിലപ്പോൾ സൈറ്റ് എഞ്ചിനീയർ ഏറിപ്പോയാൽ ഒരു സൂപ്പർവൈസർ ആവും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫസാഡ് എഞ്ചിനീയർക്ക് അങ്ങനെയല്ല. ഫസാഡ് എഞ്ചിനീയർ ഓരോ വർഷം കഴിയുന്തോറും നല്ല ഗ്രോത്ത്. ഇപ്പോൾ സൗദിയിലും അതല്ലെങ്കിൽ UAE-യിലൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും മിനിമം 20% സാലറി ഹൈക്ക് വരുന്നുണ്ട് എല്ലാ ഫസാഡ് എഞ്ചിനീയേഴ്സിനും. അതായത് ഒരു 50,000 രൂപക്ക് സ്റ്റാർട്ടിങ് വന്ന ഒരു ഫസാഡ് എഞ്ചിനീയർ 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 1,00,000-ന്റെ അടുത്ത് സാലറിയിലേക്ക് മാറും. അതാണ് ഒരു ഫസാഡ് എഞ്ചിനീയറുടെ ഒരു സാധ്യത. കാരണം അത്രയും ഒരു റയർ ആയിട്ടാണ് ഇതിന്റെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് റയർ ആണ്, അതുകൊണ്ടാണ്. ഇതിപ്പം ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ് മാത്രമല്ല ഉള്ളേ ഫസാഡ് എഞ്ചിനീയറിംഗ് കോഴ്സ്? നമ്മൾ നിലവിലിപ്പോ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത മാസമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഓൺലൈൻ ക്ലാസ് എപ്പോഴും ഒരു ഷോർട്ടഡ് വേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണ് നമ്മൾ പ്ലേസ്മെന്റും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ, ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളൊരു സ്കില്ല് കൊടുക്കാന്നേ ഉള്ളൂ, അതല്ലാണ്ട് ഒരു ഗ്യാരണ്ടീഡ് പ്ലേസ്മെന്റ് ഒന്നും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൊടുക്കണില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഗ്രോത്ത് ആവും. ഇനി ആർക്കാ ചോദിക്കാനുള്ളത്? സർ ഓക്കെ, ചോദിച്ചു. സർ ഈ ഇപ്പൊ സാർ പറഞ്ഞില്ലേ ഇപ്പൊ ഓരോ പൊസിഷൻ കയറി പോകുന്നുള്ള അതെ, സാലറിയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോ ബിടെക് ഡിപ്ലോമ ആയിട്ട് ആ ഒരു 3 ഫീൽഡിലേക്ക് കയറി വരുന്നില്ലേ? അപ്പൊ അതെങ്ങനെയാ അതിന്റെ സാലറി പാക്കേജ് ഒക്കെ വരുന്നത്? സാലറി പാക്കേജ് പൊതുവെ ഡിപ്പെൻഡ് തന്നെയാണ്. അതായത് നമ്മൾ ഡിഗ്രി ഇതിലൊരു ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പോ ബിടെക്കാർക്ക് ഇപ്പോ ഉള്ള സാലറി എന്തായാലും ഡിപ്ലോമക്കാർക്ക് ഉണ്ടാവില്ല, ഡിപ്ലോമക്കാർക്ക് സാലറി ആയിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഒരു ആദ്യത്തെ സമയത്തോ അതല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷമൊക്കെയാണ് ഈ പ്രശ്നം. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം നമുക്ക് കമ്പനികൾക്ക് നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഒരു 5 വർഷം ഒക്കെ കഴിഞ്ഞാൽ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ബിടെക്കാർക്ക് ഒരു മുൻഗണന ഉണ്ട്, ഡിപ്ലോമക്കാർക്ക് അതിൻ്റെ ഒരു മുൻഗണന ഉണ്ട്. പിന്നെ ആ രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചില കമ്പനികളൊക്കെ ബിടെക്കാരെ തന്നെ വേണമെന്ന് ചോദിക്കാറുണ്ട്. ചില കമ്പനികൾക്ക് ITI ആയാലും പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി എല്ലാവർക്കും ജോലി കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ട്. അത് ബിടെക്കിന് ആ രീതിയിലുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ നമ്മളെ ഗ്ലോബൽ മാർക്കറ്റില്, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ബിടെക് ഡിപ്ലോമ ആയിട്ട് വരുന്നോണ്ട് സ്റ്റാർട്ടിങ് സാലറി ഇപ്പൊ 1 ഇയർ കഴിയുമ്പോ 40,000 അല്ലേ സ്റ്റാർട്ടിങ് പറയുന്നത്? ആ ഒരു സാലറി ഈ 3 ടീമിനും എക്സ്പെക്ട് ചെയ്യാവും? ഇതൊക്കെ ബേസ്ഡ് ഓരോ കമ്പനികളാണ്. പല കമ്പനികൾക്കും പല രീതിയിലാണ്. നമ്മൾ ഈ 40,000 അല്ലെങ്കിൽ 35,000 എന്ന് പറയുന്ന ഒരു ആവറേജ് സാലറിയാണ്. അത് ചിലപ്പോൾ ITIക്ക് ചിലപ്പോൾ കുറച്ച് കുറയും, ബിടെക്കാർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ, ആ ഒരു രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഓരോ കമ്പനിക്കുള്ള അവരുടെ സ്ട്രക്ചറിനനുസരിച്ചാണ് അവർ ഇത് ചൂസ് ചെയ്യല്. അപ്പോൾ ITIക്കാരനാണെന്ന് കരുതി ജോലി കിട്ടാതെ പോല ചില കമ്പനികൾക്ക് അത് അങ്ങനെയുള്ളവരും ചൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബിടെക്കാരാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യൂല, എല്ലാ ജോലിയും അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് ചില ആളുകൾ ബിടെക്കാരെ തന്നെയാണ് ചൂസ് ചെയ്യണത്.
അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പൊ ബിടെക്കാരാകുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പേ ഔട്ട് ചെയ്യേണ്ടി വരും ആ കമ്പനികൾ. ഇത് കമ്പനീന്റെ സ്ട്രക്ചറും അവരെ വർക്കിനനുസരിച്ചാണ് പൊതുവിൽ ഉണ്ടാവാറുള്ളത്. പക്ഷെ അത് ഞാൻ പറയില്ല, അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്കില്ലാണ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവല്. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. ഹലോ സാറേ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോ. ഞാന് ഇപ്പം ഈ പ്രൈമവേര എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഈ ബിം 360. അപ്പോ ഈ ഒരു ഫീൽഡില് പ്രൈമവേരയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനാണ് സ്കോപ്പ് കൂടുതലെന്ന് ഒരു വിഭാഗക്കാർ പറയുന്നു. അതേസമയം ബിം പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ സ്കോപ്പ് ഉള്ളൂ. ഈ പ്രൈമവേര പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പല പൊസിഷനിലേക്ക് നമുക്ക് മാറാന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഫസൈഡ് പറയുമ്പോൾ അപ്പൊ ഇതിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ 1000 പൊസിഷനുകളുണ്ട്. അപ്പൊ ഓരോ ആൾക്കാരും വ്യക്താക്കി തരാം. അതായത് ഓരോ ആൾക്കാരും ഞാൻ പറയട്ടെ. ഓക്കെ, അതായത് നമ്മൾ കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇപ്പൊ ഓട്ടോകാഡ് എന്ന് മാത്രമല്ല, കുറേ സോഫ്റ്റ്വെയറുകൾ നമ്മളെ കൺസ്ട്രക്ഷൻ ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൈമവേര, ബിമ്മിലുള്ള വ്യത്യസ്ത ബിം പറഞ്ഞ കുറെ സോഫ്റ്റ്വെയറുകളുടെ ഒരു ഇതാണ്. അതായത് റിവിറ്റോ, നാവിസ് വർക്കോ, അങ്ങനെയുള്ള കുറെ ഗ്രാസ് ഓപ്പർ എന്നും ഡൈനാമോ, അങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള കുറെ സോഫ്റ്റ്വെയറുകൾ വിപണിയിലുണ്ട്. ഇൻവെന്റർ, അങ്ങനെ ഉള്ള. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് ആണ്. അതൊരു സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടല്ല ആക്ച്വലി നിൽക്കുന്നത്. ഒരു ഫസാഡ് എഞ്ചിനീയറിംഗ് ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലാണ്. അത് ഒരു സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടല്ല. അത് ഏത് സോഫ്റ്റ്വെയറിൽ എന്നുള്ളത് ഓരോ കമ്പനീൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ചില കമ്പനികൾ ഓട്ടോകാഡ് ഉപയോഗിക്കുന്നതിന് അതിൻ്റെ കൂടെ തന്നെ ഇൻവെന്റർ ഉപയോഗിക്കുന്നുണ്ട്. ചില കമ്പനി പ്രൈമവേര ഉപയോഗിക്കുന്നുണ്ട്. ചില കമ്പനികൾ റിവിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഏത് സോഫ്റ്റ്വെയർ പഠിച്ചോളൂ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഫസാഡ് എഞ്ചിനീയറിങ്ങിന് ബെനിഫിറ്റ് ആണ്. ഫസാഡ് എഞ്ചിനീയർ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത്. മറ്റ് ഫസാഡ് എഞ്ചിനീയറിങ്ങിന്റെ ഒരു നമ്മളെ ഒരു കോഴ്സ് ഒരു ബേസിക് ആയിട്ട് ഒരു അറിയാത്ത ഒരാൾ ഏത് ബിം എടുത്തിട്ടോ അതല്ലെങ്കിൽ പ്രീമിയർ എടുത്തിട്ടോ ഇൻവെന്റർ എടുത്തിട്ടോ റിവിറ്റ് എടുത്തിട്ടോ ഒന്നും ഫസാഡ് എഞ്ചിനീയറിംഗിൽ വലിയ ബെനിഫിറ്റ് ഇല്ല. പക്ഷെ ഫസാഡ് എഞ്ചിനീയറിംഗിന് ബെനിഫിറ്റ് ബേസിക് അറിയുന്ന ഒരാൾ അയാൾ ബിം എടുത്താൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അയാൾ പ്രീമിയർ അറിയണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അയാൾ ഇൻവെന്ററിൽ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. പിന്നെ ലോജിക്കൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യണേ. പിന്നെ ഓർഗഡാറ്റ ലോജിക്കൽ, അങ്ങനെ ഒപ്പേറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത രീതിയിൽ യൂസ് ചെയ്യും. ഇപ്പൊ ചില കമ്പനി ഓട്ടോകാഡും അതല്ലെങ്കിൽ ലോജിക്കലും മാത്രം യൂസ് ചെയ്യും. ചില കമ്പനികൾ ഓട്ടോകാഡും ഇൻവെന്ററും യൂസ് ചെയ്യും. അപ്പൊ ഓട്ടോകാഡ് ഒരു ബേസിക്കാണ്. ഓട്ടോകാഡ് നമ്മൾ അറിയാണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടൊരു കാര്യമില്ല ഫസാഡ് എഞ്ചിനീയറിംഗിൽ കേട്ടോ. ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യം, കാരണം ഓട്ടോകാഡിലാണ് ഇതിന്റെ ഡീറ്റെയിലിങ്ങും ഇതിന്റെ ഷോപ്പ് ഡ്രോയിങ്ങും ഒക്കെ ചെയ്യല്. ബാക്കി അതിന് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ് ബാക്കി എല്ലാം. ഇപ്പൊ ഞാൻ ഇപ്പോൾ പറയണതാണ്, ഇപ്പൊ ബിമ്മ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസാഡ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ബിമ്മ് പഠിച്ചാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. അതായത് ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ ഓപ്പർച്യൂണിറ്റിയും പ്ലസ് ബിമ്മിന്റെ ഓപ്പർച്യൂണിറ്റിയും കൂടി ഇതിൽ കൂടും. അതായത് ബിമ്മിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഫസാഡ് കമ്പനികളുണ്ട്, ബിമ്മ് മാത്രം. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പുതിയ പ്രൊജക്ടുകളൊക്കെ ബിമ്മ് ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബിമ്മ് ഫോക്കസ്ഡ് പ്രൊജക്ടുകളാണ്. അപ്പോൾ ഒരു ഫസാഡ് എഞ്ചിനീയർ അതിന്റെ കൂടെ ബിമ്മും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബിമ്മിലെ ഫസാഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഒരു ഡബിൾ സ്കിൽഡ് ആണ് അയാൾ. അപ്പൊ അയാൾ അത്രയും സാലറിയും അത്രയും ബെനിഫിറ്റും ഉള്ള ഒരാളായി മാറും. അപ്പൊ നമ്മൾ ബേസിക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ ഷോപ്പ് ഡ്രോയിങ്, ഡീറ്റെയിൽ, അതിന്റെ കാര്യങ്ങൾ അറിയാണ്ട് ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി. ഇതിന്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാ ഫസാഡ് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ? എങ്ങനെയാ ഫീ സ്ട്രക്ചറും ഡ്യൂറേഷനും? ഫീ സ്ട്രക്ചർ നമ്മൾ ടോട്ടൽ കോഴ്സ് ഫീ 95,000 ആണ് വരുന്നത്. 6 മന്തിന്റെ കോഴ്സ് ഫീ. അതിൽ നമ്മളിപ്പോ ഈ ഒരു ഡിസ്കൗണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ PR വരെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലുകളൊക്കെ അറിയാം. ഫീസ് എങ്ങനെയാണ്, അതിന്റെ ഫീസ് ഷെഡ്യൂള്, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ആർക്കാണ് ചോദ്യമുള്ളത്? ഹലോ, ചോദിച്ചോളൂ. സാറേ ഒരു ഡൗട്ട് ആയിരുന്നു. ഇപ്പൊ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ബിം മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന രീതിയിൽ ഇപ്പൊ ബിം MEP എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഇപ്പൊ ഫസാഡ് എടുക്കുന്നതിനുള്ള കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും? ഐ മീൻ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ
എന്തുകൊണ്ടായിരിക്കും ഫസാഡ് ആയിരിക്കും ബെറ്റർ എന്ന് സാറ് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, നല്ല ചോദ്യം. അതായത് ഞാൻ ഒരു ഫീൽഡിന് മോശമാക്കിയോ അതല്ല, അങ്ങനെ പറയല്ല. പക്ഷെ നമ്മൾ ബിമ്മിന്റെ നിങ്ങളൊരു അവസ്ഥ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഈ മെക്കാനിക്കൽ ആയാലും സിവിൽ ആയാലും ഇപ്പൊ ആർക്കിടെക്ചറൽ ബിം ആയാലും MEP ബിം ആയാലും ആ രീതിയിലൊക്കെ ബിമ്മ് ഇപ്പൊ ധാരാളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം അത്രയും സുപരിചിതമാണ് ബിമ്മിന്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ആർക്കിടെക്ചറൽ ബിം ആയാലും പിന്നെ മെക്കാനിക്കൽ MEP ബിം ആയാലും ഇതൊക്കെ ഒരു കോമൺ ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയും അത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ബിമ്മ് പഠിച്ച എത്ര ആളുകൾക്ക് അതേ ഇതിൽ ജോലി കിട്ടിയിരിക്കണമെന്നൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഞാനത് ഓവറായിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വേറൊരു ഇതാവുമ്പോൾ നമ്മൾ അതിനെ മോശമായിട്ട് പറയരുതല്ലോ. പക്ഷേ ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആണ്. നിങ്ങളിൽ തന്നെ പലരും കേട്ടിട്ടുണ്ടാവില്ല ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണെന്ന്. അതുപോലെ നിങ്ങളെ ചുറ്റുമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പഠിച്ച നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്കും ഇതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയുണ്ടാവില്ല. പിന്നെ നിങ്ങളെ പഠിപ്പിച്ച സാറുമാർക്കോ ഡിപ്പാർട്ട്മെന്റിലുള്ള അവർക്കൊന്നും ചിലപ്പോൾ പലർക്കും ഫസാഡ് എഞ്ചിനീയറിംഗ് അറിയുണ്ടാവില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ ഒരു മേഖല, ഇത്രയും വലിയൊരു മേഖല കൂടുതൽ എക്സ്പ്ലോർ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ബിമ്മ് സാധാ മെക്കാനിക്കൽ എഞ്ചിനീയർ ബിമ്മ് പഠിച്ച് ഇറങ്ങുമ്പോൾ അവന് ഒരു സാധാ ബിമ്മാണ്, അതല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ബിമ്മ് പോലെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബിമ്മ് പോലുള്ള ഒരാളാണ്. പക്ഷെ ഒരു ഫസാഡ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ആണ്. അതിന്റെ കൂടെ ബിമ്മ് കൂടി പഠിച്ചാൽ അയാൾ ഫസാഡിലെ ബിം എക്സ്പെർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡബിളാണ്. അപ്പൊ നമ്മൾ ഫസാഡിൽ തന്നെ, അതായത് ബിമ്മ് പോലെ മറ്റൊരു മേഖല ആയിട്ട് ആദ്യം ഫസാഡിനെ കണ്ടിട്ട് നമ്മൾ ഫസാഡ് തന്നെ പഠിക്കുമ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ സ്കില്ലാണ് അവിടെ അച്ചീവ് ചെയ്യുന്നത്. അവിടെ എന്താണ്, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും ഗ്ലോബലി എക്സ്പ്ലോസർ ഉള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. പിന്നെ ആ മേഖലയിൽ ബിമ്മായാലും എക്സ്ട്രാ ഏത് രീതിയിൽ ഇൻവെന്ററോ അങ്ങനെ ഏത് രീതിയിൽ പഠിക്കുകയാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാണ് മാറുന്നത്. മനസ്സിലായോ? ഇത് എത്ര ഡ്യൂറേഷൻ, ഇത് എത്ര നാളത്തേക്കുള്ള കോഴ്സാ? നമ്മളെ കോഴ്സ് സ്ട്രക്ചർ ടോട്ടലി 6 months + 6 months ആണ്. അതായത് 6 months ആണ് നമ്മളെ പ്രാക്ടിക്കൽ നമ്മളെ ഇവിടെ ഫസാഡെക്സ് അക്കാഡമിയിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ അക്കാഡമി വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള കിൻഫ്ര ടെക്നോ പാർക്കിലാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ 6 months ആണ് കോഴ്സ് ചെയ്യുന്നത്. അത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ലൈവ് പ്രൊജക്റ്റിലുള്ള ഒരു സിലബസ് നിങ്ങൾ പഠിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 6 months ഇന്റേൺഷിപ്പിന് നിങ്ങളെ വിടും. അത് കൊച്ചി, അതല്ലെങ്കിൽ കോഴിക്കോട്, ബാംഗ്ലൂർ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. നിങ്ങളെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ചൂസ് ചെയ്യാം അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ അവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പാണ്, ഒരു ഫ്രീ ഇന്റേൺഷിപ്പ് അല്ല. ഒരു ആവറേജ് നമ്മുടെ ഇന്റേൺഷിപ്പിന് നമ്മൾ കഴിഞ്ഞ നമ്മളെ സ്റ്റുഡൻസിനൊക്കെ 15,000 രൂപ വരെ മന്ത്ലി ഇന്റേൺഷിപ്പിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 6 മാസം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന വേണം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇന്റേൺഷിപ്പിന് പോകാനുള്ള അവസരം. ചോദിച്ചോ. നമുക്കിപ്പോ ഫസാഡ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച ശേഷം നമ്മളിപ്പോ ബിമ്മിൽ ഏതൊക്കെ ഇതായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക? ബിം എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ഫസാഡിലും ബിമ്മും കൂടി ആർക്കിടെക്ചറൽ ബിം പഠിച്ചാൽ മതി. അതായത് ഫസാഡ് എഞ്ചിനീയർ ആർക്കിടെക്ചറൽ ബിം പഠിച്ചാൽ അയാൾ ഫസാഡ് ബിമ്മായി. ആർക്കിടെക്ചറൽ ബിം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന രീതിയിൽ ആർക്കിടെക്ചറൽ ബിം ശരിക്കും മെക്കാനിക്കൽ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പോൾ ആർക്കിടെക്ചറൽ ബിം പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഫസാഡ് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാള് അയാൾ ആർക്കിടെക്ചറൽ ബിം പഠിക്കുമ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ വ്യത്യാസം, നമ്മൾ ആർക്കിടെക്ചറൽ ബിമ്മിൽ പൊതുവിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ, എന്താ പറയാ, ഡിസൈൻ ബേസിൽ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ആ ഒരു നമ്മൾ LOD 300 എന്നൊക്കെ പറയും. ആ രീതിയിലുള്ള എലമെന്റ്സുകളാണ് ഡിസൈൻ ചെയ്യല്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ എങ്ങനെ വരുന്നത്, അതിന്റെ പുറമെയുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ്. അതുപോലെ അതിന്റെ ഇന്റീരിയർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ആർക്കിടെക്ചറൽ ബിം ഫോക്കസ് ചെയ്യണേ. അതിന്റെ കൂടെ ഫസാഡ് പഠിക്കുമ്പോൾ ഫസാഡിലുള്ള കർട്ടൻ വാൾസ്, വിൻഡോസ്, ആ കർട്ടൻ വാളിന്റെ പ്രൊഫൈൽസ്, അത് ഗ്ലാസിന്റെ ജോയിൻസ്, അതിന്റെ ഫിക്സിങ്, ഇതും കൂടി നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആർക്കിടെക്ചറൽ ബിം പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ച ഈ ഫസാഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അവിടെ LOD 400 വരും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബിമ്മിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
അതാണ് ആർക്കിടെക്ചറൽ ബിമ്മ് പഠിച്ചവരും ശരിക്കും ഫസാഡ് ബിമ്മ് പഠിച്ചവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്. ആർക്കിടെക്ചർ ബിമ്മ് പഠിക്കുന്നവർ മാക്സിമം ഒരു LOD 300 വരെയൊക്കെയാണ് അവർക്ക് വർക്ക് ചെയ്യാണ്ടാവില്ല. 400 വരുമ്പോൾ അത് ഫസാഡിൽ അവർക്ക് ചെയ്യാണ്ടാവില്ല, വേറെ കാര്യങ്ങളിലൊക്കെയാണ് 400 വരില്ലേ. പക്ഷെ ഫസാഡ് ബിമ്മ് ചെയ്യുമ്പോൾ എപ്പോഴും LOD 400-ലാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ്. അതിന്റെ ഫിക്സേഷൻ, അതിന്റെ ഗ്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അതിന്റെ ഓരോ എലമെന്റ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ ബിൽഡിങ്സ് ഒക്കെ ആണല്ലോ ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതെ അതെ. അപ്പോ നമുക്ക് അതിലേക്ക് ഒരു എൻട്രി എന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഈ ആർക്കിടെക്ചർ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ? അല്ല, ഈ ഗ്രീൻ ബിൽഡിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു അഡ്വാൻസ്ഡ് മേഖലകളാണ്. അപ്പൊ നിങ്ങൾ അതിപ്പോ ഫസാഡ് ഗ്രീൻ ബിൽഡിങ്സ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഫസാഡ്. കാരണം എന്താ വെച്ചാൽ ഫസാഡിന്റെ ഗ്ലാസുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പെർഫോമൻസ്ഡ് ബേസ്ഡ് ആണ്. പെർഫോമൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അക്യൂസ്റ്റിക് ആയാലും തെർമൽ ആയാലും അങ്ങനെയുള്ള പെർഫോമൻസ് ബേസ്ഡ് ഒബ്ജക്റ്റ് ആണ് ശരിക്കും ഈ ഫസാഡിലുള്ള കർട്ടൺ വാൾസ്, നമ്മളിവിടെ ഫസാഡിൽ പഠിക്കുന്ന എലമെന്റ്സുകളൊക്കെ. സോ നിങ്ങളൊരു ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കരിയർ ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫസാഡ് പഠിച്ചിട്ട് പിന്നെ ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറാം. എനിക്കറിയില്ല ഇനി ആ രീതിയിൽ വേറെ കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത്. നിലവിൽ അങ്ങനെ ഒരു കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസാഡ് പഠിച്ചിട്ട് ആ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങളെ കരിയർ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്ടുകളിലും ഇതിലൊക്കെ ഡിമാൻഡുള്ള ഒരു ആളായി മാറും. സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടില്ലല്ലേ? സർട്ടിഫിക്കേഷൻ നിലവിൽ നമ്മൾ ഫസാഡ് കേട്ടില്ല. ലീഡ് സർട്ടിഫിക്കേഷൻസ് പോലത്തെ സർട്ടിഫിക്കേഷൻസ് പാരലൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് കേട്ടില്ല, മനസ്സിലായില്ല. എന്താണ് ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഗ്രീൻ ബിൽഡിങ്ങിന്റെ? അതെ. ഓക്കെ, അത്തരം സർട്ടിഫിക്കേഷൻസ് പാരലലി ചെയ്യണം അല്ലേ ഇതിന്റെ ഒപ്പം? അതെ, അത് എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയായാലും സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് എനിക്കറിയില്ല. അത് നിങ്ങളെ കരിയർ നിങ്ങൾക്ക് കൂടുതൽ എന്താ ഷാർപ്പൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇതാക്കുമ്പോൾ ആ ഒരു മേഖലയിൽ നമ്മളെ ഡിമാൻഡ് കൂടും. ശരിയല്ലേ? അതെ അതെ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ആർക്കാണ് ചോദ്യം? ഒരു കാര്യം ഓക്കെ, നേരത്തെ ഒരു ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഓട്ടോകാഡ് മാത്രം ഡ്രോയിങ് മാത്രം നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇത് പഠിച്ച് ചെയ്ത് വരുമ്പം ആകുന്നത്. നമുക്ക് അതിന്റെ കൂടെ 3D കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ ക്ലയന്റിനെ കാണണമെങ്കിൽ 3D ഉണ്ടെങ്കിലല്ല അവർക്കൊരു ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ്, ഇത് ഫസാഡ് എഞ്ചിനീയർ എപ്പോഴും മേഖലയിൽ ക്ലയന്റുമായിട്ട് ഡയറക്റ്റ് ഇതില്ല, സബ്മിഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ക്ലയന്റ് എപ്പോഴും ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ കോൺട്രാക്ടർക്കോ എന്തുള്ളൂ, കണക്ഷൻ ഉള്ളൂ. നമ്മൾ ഫസാഡ് എഞ്ചിനീയർ എപ്പോഴും കൺസൾട്ടന്റിനെയും കോൺട്രാക്ടർക്കും ഉള്ള ഡ്രോയിങ്സുകളാണ് എന്ത് ചെയ്യല്, ചെയ്യാറില്ല. അതാണ് ഈ കോൺസെപ്ഷ്യൽ ഡ്രോയിങ്ങുകൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്തത്. കാരണം കോൺസെപ്റ്റും ഇതൊക്കെ ഓൾറെഡി ആർക്കിടെക്ട്സ് ഫിനിഷ് ചെയ്തതാണ്. നമ്മൾ അതിന്റെ എക്സിക്യൂഷൻ ലെവലിലാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. മനസ്സിലായ? അല്ല, അത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ശേഷം പിന്നെ 3D പഠിക്കൽ മസ്റ്റ് ആയിരിക്കോ അല്ലേ എന്നുള്ളൊരു. അല്ല, ഒരിക്കലല്ല, മസ്റ്റ് അല്ല. അത് ഞാൻ പറഞ്ഞില്ല, അത് മസ്റ്റ് അല്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കരിയറിൽ കൂടുതൽ എന്ത് ചെയ്യാം, ബെനിഫിറ്റ് ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. യെസ്. ഒരു ഫസാഡ് എഞ്ചിനീയർ ഒരിക്കലും 3D പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ ഓട്ടോകാഡിലെ നമ്മൾ ചില കോൺസെപ്ഷ്യലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു 3D റെൻഡർ ചെയ്തൊരു ഫോട്ടോ ആക്കി സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചില ഇപ്പോൾ ഒരു എന്താ പറയാ, ഇപ്പൊ ചില ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില പിരിഞ്ഞ ഷേപ്പ്, അതല്ലെങ്കിൽ സെഗ്മെന്റഡ് ഷേപ്പ്, അങ്ങനെയൊക്കെ ബിൽഡിങ്ങുകൾ ഉണ്ടാവുമല്ലോ. ഈ സമയത്ത് അതിന്റെ എക്സിക്യൂഷൻ ലെവലിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3D വേണം. അത് നമ്മൾ പലപ്പോഴും ഓട്ടോകാഡ് 3D അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഡോം ആകൃതിയിലുള്ള ഒരു സ്കൈലൈറ്റ് ആണ് ഒരു ഫസാഡ് എഞ്ചിനീയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ ലെവലിൽ അതിന്റെ എലമെന്റ്സുകൾ, അതിന്റെ ട്യൂബുകൾ, അതിന്റെ പ്രൊഫൈലുകളൊക്കെ ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3D വേണം. അതൊക്കെ ഒരു എക്സ്ട്രാ വേണ്ട സാധനങ്ങളാണ്, മനസ്സിലായോ, ചില മേഖലകളിൽ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ? ഇത് ഇപ്പം കോഴ്സ് പഠിപ്പിക്കുന്നത് നമ്മളെ ഒരു
ലാബിൽ നിന്നാണോ അതോ ഒരു ക്ലാസിന്റെ മോഡലാണോ, എങ്ങനെയാണ് നല്ല ചോദ്യം. അറേഞ്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളെ നിലവിലുള്ള അക്കാഡമി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പാർഷീറ്റ് ചെയ്ത ഒരു സെറ്റപ്പാണ്. അതായത് ഒരു ചെറിയ തിയറി ലാബും അതിൻ്റെ കൂടെ ഒരു വലിയ പ്രാക്ടിക്കൽ ലാബും. ഈ പ്രാക്ടിക്കൽ ലാബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മളെ എഞ്ചിനീയറിംഗ് ടീം ഓൾറെഡി വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ 10 എഞ്ചിനീയേഴ്സ്, ഫസാഡ് എഞ്ചിനീയേഴ്സ് ഉള്ള വലിയൊരു ടീമുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഗൾഫിൽ നിന്നും ഇതിനൊക്കെയുള്ള പ്രൊജക്റ്റുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഓൾറെഡി വർക്ക് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസി മോഡലിൽ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ആ ഒരു 10 എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട് നമ്മളെ ലാബിൽ. അപ്പൊ നിങ്ങളെപ്പോഴും സ്റ്റുഡൻസ് നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6 പേരാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുള്ളൂ. മാക്സിമം ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിൽ 6 പേരെ ഉണ്ടാവുള്ളൂ. ഈ 6 പേർക്ക് ഇവരെ ഇടയിൽ ഇരുന്ന് കണ്ട് വർക്ക് ചെയ്യുക. ഈ ആറ് പേര് എന്ന് പറഞ്ഞാൽ ഓരോ മാസം കേട്ടോ. അപ്പൊ നമ്മൾ മെയിലുള്ള 6 പേര് ഓൾറെഡി റണ്ണിങ് ആണ്. ജൂൺ ജൂലൈ ഈ 3 മാസമുള്ള 6 പേര് ഓൾറെഡി ഇവിടെ റണ്ണിങ്ങിലാണ്. അപ്പൊ ഇവരെ ഇടയിൽ ഇരുന്ന് കാണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിനെ നമ്മൾ എന്താ ചെയ്യല്, ബാച്ച് സെപ്പറേറ്റ് അല്ല ചെയ്യല്, മിക്സ് ആയിട്ടാണ് നമ്മളിവിടെ എല്ലാവർക്കും സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളെ വലത് സൈഡിൽ ചിലപ്പോൾ 2 മാസം എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആവും. ഇടത് സൈഡിൽ ചിലപ്പോൾ നമ്മളെ എഞ്ചിനീയറിംഗ് ടീമിന്റെ ആളായിരിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത ഡെസ്കിൽ നമ്മളെ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫസാഡ് എഞ്ചിനീയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 2 സെറ്റപ്പ് പറഞ്ഞ ഒരു ചെറിയ തിയറി ലാബ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സിലബസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെക്ചറിങ് തിയറി ക്ലാസ് വളരെ കുറവാണ്. പ്രാക്ടിക്കൽ ആണ് കൂടുതൽ. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു തിയറി ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങൾക്ക് ആ ടാസ്ക് ചെയ്യാണ്ടാവും. അരമണിക്കൂറത്തെ ഒരു തിയറിന്റെ ഒരു ടാസ്ക് കഴിഞ്ഞാൽ 2 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾക്ക് ആ തിയറി ഉണ്ടാവും, ടാസ്ക് ഉണ്ടാവും. പിന്നെ വീണ്ടും നിങ്ങൾക്ക് ടാസ്ക് ആവും. നമുക്ക് അതിനൊരു LMS ലേണിംഗ് മാനേജ്മെന്റ് വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും സ്റ്റുഡൻറ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിങ്ങളെ പാസ്വേഡും, നിങ്ങൾക്കൊരു പാസ്വേഡും ഒരു ID ഉണ്ടാവും. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട ടാസ്കുകൾ അതിൽ വരും. ആ ടാസ്കുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ഫസാഡ് ഡ്രോയിങ്ങിന് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കർട്ടൻ വാൾ പോലുള്ള ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ആ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ആളുകൾ സീനിയേഴ്സ് ആയിരിക്കും നിങ്ങളൊപ്പം ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എപ്പോഴും എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ സ്റ്റുഡൻസ് മൊത്തം, ഇവിടെയുള്ള സ്റ്റുഡൻസ് മൊത്തം അങ്ങനെയാണ്. അവരെന്ത് ചെയ്യും, ഞാനൊരു ടാസ്ക് കൊടുത്താൽ അവരാദ്യം സ്വയം ചെയ്യാൻ നോക്കും. അപ്പൊ അവർക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അവർ സീനിയേഴ്സിനോട് അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചോദിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്വയം മനസ്സിലാക്കി ചെയ്തു പോകും. എന്നിട്ട് ഞാൻ അത് ചെക്ക് ചെയ്യും. അത് ഫൈനൽ ആയതിനു ശേഷം ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിത് പോണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്വയം പഠിച്ച് അങ്ങനെയാണ് ഇത് വരേണ്ടത്. അതല്ലാണ്ട് കുറെ ലെക്ചർ ഇങ്ങനെ കേട്ടിരുന്ന് നോട്ട് എഴുതിയിട്ട് അത് കാണാതെ പഠിച്ച് ചെയ്യേണ്ട ഒരു ഏർപ്പാടല്ല ഇവിടെ നമ്മൾ പക്ക പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ശരിക്കും ഈ 4 years ബിടെക് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വേസ്റ്റ് അല്ലേ? വെറും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം അല്ല നമ്മൾ ഈ അല്ല, അത് കാണാൻ നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണല്ലോ. അത് നമുക്ക് എങ്ങനെയാലും മാറ്റണേലും ഇതിലാക്കണ അർത്ഥമില്ല. പക്ഷെ ഇതൊരു നിങ്ങൾ 4 years ബിടെക് പഠിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഉപകാരമുണ്ട്. ഇപ്പോൾ സ്ട്രക്ചറൽ ലോഡ് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു 4 years ബിടെക് കഴിഞ്ഞ ഒരാൾക്ക്, ഇല്ലേ? ഒരു ബിൽഡിങ്ങില് എന്ത് ഒരു പില്ലർമേല് എത്ര വെയിറ്റ് വരെ ഇതാക്കാന്നൊക്കെ ഉള്ള ഒരു മിനിമം ബോധം ഉണ്ടാവും, ഇല്ലേ? അതൊക്കെ ഇതിൽ അപ്ലിക്കബിൾ ആണ്. ഒരു കർട്ടൻ വാൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ കർട്ടൻ വാളിന് നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് ഒരു ബീമിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ആ ബീം അതിന് താങ്ങുമോ, അത് അതിലേക്ക് ലോഡ്, വിൻഡ് ലോഡ്, ഡെഡ് ലോഡ്, ഇതൊക്കെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപകാരമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്, അത് ഉപകാരമുണ്ട്. നമ്മളെ ഫസാഡ് എഞ്ചിനീയറിംഗിൽ അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ എപ്പോഴും മെക്കാനിക്കലും സിവിലും പറയുന്നത്. എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് സിവിലും മെക്കാനിക്കലും എന്ന്. അതായത് മെക്കാനിക്കലിന്റെയും സിവിലിന്റെയും രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ ഇത് വരുന്നത്. ഇപ്പൊ ഒരു മെക്കാനിക്കലിൽ ഉണ്ടാവുന്നതാണ് ഈ ലോഡ്, അതല്ലെങ്കിൽ അതിന്റെ ജോയിനറീസ്, പിന്നെ സ്റ്റീലും അലുമിനിയം ഇതിന്റെ ഒക്കെ ജോയിനറീസ്, അതിന്റെ ഫിക്സേഷൻ ഒക്കെ മെക്കാനിക്കൽ പാർട്ടാണ്. നേരെ തിരിച്ച് ആ പില്ലറുമായി ബന്ധപ്പെട്ട ഫിനിഷേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിവിലിന്റെ പാർട്ടാണ്. ഇതൊക്കെ നമ്മളെ എന്തുണ്ട് ഫസാഡ് എഞ്ചിനീയറിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പഠിക്കുന്നതിന് ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. പക്ഷെ പൊതുവിൽ നമ്മളൊരു എന്താ പറയുക, ഒരു 30 വയസ്സിന് മുന്നുള്ളവർ പഠിച്ചാലേ കരിയറിൽ ഒരു ഇതുണ്ടാവുമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യലുണ്ട്. പക്ഷെ അങ്ങനെ അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ നല്ല
ഏജുള്ള ഒരാൾ നല്ല മികച്ച സ്കില്ലുള്ള ഒരു ഫസാഡ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളെ ഏത് കമ്പനിക്കും മാറ്റി നിർത്താൻ പറ്റൂല. പക്ഷെ നമ്മൾ പൊതുവെ ഒരു 30 വയസ്സിന് മുന്നേ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കാരണം അവരെ കരിയറിൽ അത്, കാരണം കുറച്ച് എത്ര നേരത്തെ വരണോ അത്ര എക്സ്പീരിയൻസ്ഡ് ആവുമല്ലോ ഈ ഫീൽഡിൽ. കാരണം ഫീൽഡിൽ എക്സ്പീരിയൻസും സ്കില്ലും ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്? ആർക്കെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ബാച്ച് ഉണ്ടോ? എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? പുതിയ ബാച്ച് ഈ മാസത്തെ ബാച്ച് നമ്മൾ 15-ാം തീയതിൻ്റെ ഉള്ളിൽ, ഓഗസ്റ്റ് 15-ാം തീയതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലുള്ള അടുത്ത ബാച്ച് ഉണ്ട്, അത് സെപ്റ്റംബർ 10-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയി. ഇപ്രാവശ്യം ലേറ്റ് ആയതല്ല, നമ്മൾ ജൂണിൽ കുറച്ച് ലേറ്റ് ആയി, അത് പിന്നെ വീണ്ടും ജൂലൈയിൽ കുറച്ചും കൂടി ലേറ്റ് ആയി, അങ്ങനെ ഓഗസ്റ്റിൽ കുറച്ച് ലേറ്റ് ആയതാണ്. അല്ല, സാധാരണ നമ്മളൊരു ആദ്യത്തെ 5-ാം തീയതിൻ്റെ ഉള്ളിൽ എല്ലാ ബാച്ചും തുടങ്ങാറുണ്ട്. പക്ഷെ ജൂണിൽ ഇപ്രാവശ്യം അക്കാഡമിക് ഇയർ കഴിഞ്ഞ ചില കുട്ടികൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ, അവർക്ക് ചില എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കുറച്ചാണ് ലേറ്റ് ആയി ജൂണിലെ ബാച്ച്. അത് നമ്മൾ ജൂലൈയിലെ ബാച്ച് ലേറ്റ് ആവാൻ കാരണമായി. അങ്ങനെയാണ് ഓഗസ്റ്റിലെ ബാച്ച് കുറച്ച് ലേറ്റ് ആയത്. എനി ക്വസ്റ്റ്യൻസ്? ഹലോ സർ, ആ ഈ കോഴ്സ് പഠിച്ചാല് ഈ ഫീൽഡില് എന്താ ഗേൾസിനൊക്കെ ചാൻസ് ഉണ്ടോ? ഓക്കെ, നല്ല ചോദ്യം. അതായത് പൊതുവിൽ നമ്മൾ സിവിലും മെക്കാനിക്കലൊക്കെ ഉള്ള ഗേൾസ് അവർ പഠിക്കുമ്പോൾ അവർക്ക് പല ഫീൽഡിലും ലിമിറ്റഡ് ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെവി ഇൻഡസ്ട്രിയൽ മേഖലകളിലൊന്നും മെക്കാനിക്കലിൽ പൊതുവെ ലേഡീസിനെ അങ്ങനെ കാണാറില്ല. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സിവിലിലേക്ക് വരുമ്പോൾ തന്നെ സൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പലതിലും അവരെ കമ്പനികൾ പ്രിഫർ ചെയ്യല്ല. പക്ഷെ ഫസാഡ് എഞ്ചിനീയറിങ് എപ്പോഴും ഒരു ഓഫീസ് വർക്കാണ്. അതായത് കംപ്ലീറ്റ്ലി വൈറ്റ് കോളർ ജോബാണ് ഫസാഡ് എഞ്ചിനീയറിങ്. കംപ്ലീറ്റിങ് ഒരു 99% ഒരു ഓഫീസിലിരുന്ന് ഡ്രോയിങ് ഒന്നും പ്രിപ്പയർ ചെയ്യണ, ഡോക്യുമെന്റ്സും പ്രിപ്പയർ ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ധാരാളം, ഗേൾസ് ധാരാളം ഉള്ള ഒരു മേഖലയാണ് ഫസാഡ് എഞ്ചിനീയറിങ്. നിങ്ങൾ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കമ്പനികളിലും പകുതിയിലധികം എഞ്ചിനീയേഴ്സും സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് നല്ലൊരു സാധ്യത ഉള്ള ഒരു മേഖലയും കൂടിയാണ്. കാരണം അവരെ പല സാഹചര്യങ്ങളും പല ജോലികൾക്കും പറ്റാത്തത് കൊണ്ട് നിലവിൽ കമ്പനികൾ ചൂസ് ചെയ്യാത്തത് കൊണ്ട് ഫസാഡ് എഞ്ചിനീയറിംഗ് ആ പ്രശ്നമില്ല. ആണാണെന്നോ പെണ്ണാണോ, ഗേൾ ഓർ ബോയ് എന്നുള്ളത് ഫസാഡ് എഞ്ചിനീയറിംഗ് പലപ്പോഴും ഒരു കമ്പനിയും റെസ്ട്രിക്ഷൻ വെക്കാറില്ല. കാരണം അവർക്ക് സ്കില്ലുള്ളത് ആണായാലും പെണ്ണായാലും അവർ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ ഹലോ, ആരാണ് സംസാരിക്കണ്ടോ? ഹലോ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. സർ, ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് കൺവീനിയന്റ് ആയിട്ട് ഏതെങ്കിലും ടൈം ആയിട്ടുണ്ടോ? ഞങ്ങള് വർക്കിംഗ് പ്രൊഫഷണൽസ് ഇങ്ങനെ കുറച്ചൊരു എൻക്വയറീസ് വന്നിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഫറൂഖ്. ഫറൂഖ് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഒന്നായിട്ട് ഒരു 4-5 പേര് ഇങ്ങനെ എൻക്വയറി നടത്തിയപ്പോൾ നമ്മൾ 5 പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 5 പേരുണ്ടെങ്കിൽ നമുക്കൊരു ഈവനിങ് ബാച്ച്, അതായത് വർക്കിംഗ് പ്രൊഫഷണൽസ് കഴിഞ്ഞിട്ട് 6 മണിക്കോ അതല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് നമ്മളൊരു 5 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവനിങ്ങും പ്ലസ് എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 3 or 4 days വീക്കിൽ ഈവനിങ്, പിന്നെ സാറ്റർഡേ, അതുപോലെ ഇനി സൺഡേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൺവീനിയൻ്റ് ആണെങ്കിൽ സൺഡേയും കൂട്ടിയിട്ട് നമ്മളൊരു ആ സിലബസ് നമ്മൾ തീരുന്ന ഒരു സമയം വെച്ചിട്ട് ഉള്ള ഒരു ചിലപ്പോൾ 6 മാസമുള്ള, ചിലപ്പോൾ നമുക്കൊരു 7 മാസം 8 മാസം എടുക്കേണ്ടി വരും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് ആകുമ്പോൾ ഈ ഡെയിലി ചിലപ്പോൾ നൈറ്റ് ബാച്ച് അവർക്ക് കൺവീനിയൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഈവനിങ് ബാച്ചും പിന്നെ ഒരു സാറ്റർഡേ ബാച്ചും ആ ഒരു സാറ്റർഡേ ക്ലാസ്സുമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അതിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ.
വേറെ ആർക്കാ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഓക്കെ. അത് നമ്മൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ലൊക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കിൻഫ്ര ടെക്നോ പാർക്ക് എന്നാണ്. ഇവിടെ ഒരു മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ 2 സ്ഥാപനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കിൻഫ്ര ടെക്നോ പാർക്ക്. ഇതിൽ രണ്ടിലും ധാരാളം പുറത്തുനിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരായിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാം, ഒരു ഏകദേശം ഒരു 5000-ഓളം സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി. ഇവിടെ നമ്മളെ കിൻഫ്ര ടെക്നോ പാർക്കിൽ ഏകദേശം 2500-ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. PG ആയാലും ഹോസ്റ്റൽസ് ആണെങ്കിലും റെന്റ്, ഹോം അല്ലെങ്കിൽ വീട്, അങ്ങനത്തെ ഒക്കെ ഫ്ലാറ്റുകൾ ഒക്കെ നല്ല ധാരാളം ചാൻസുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് അതിൽ തന്നെ ഇപ്പോൾ PG ഇപ്പോൾ ലേഡീസിനൊക്കെ ഇപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ തന്നെ ലേഡീസും പുറത്തുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്. ലേഡീസ് ഹോസ്റ്റലുകളുണ്ട്, ഫുഡും ഇതൊക്കെ അക്കോമഡേഷൻ ഒക്കെ ഉള്ള ബോയ്സ് ഹോസ്റ്റലുകളുണ്ട്, ലേഡീസ് ഹോസ്റ്റലുകളുണ്ട്. പിന്നെ സ്വയം വീടുകളിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളെ ബാച്ചിൽ കംപ്ലീറ്റ് അതായത് 80% സ്റ്റുഡൻസും പുറത്തുനിന്നായിരുന്നു. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, അവിടെ നിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കാനില്ല. നല്ല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ട് അതായത് നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നൊക്കെ വന്നിട്ട് ഇവിടെ അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. നമ്മൾ അതിനുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലുള്ള എല്ലാവരും ഉള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. അതിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ പെട്ടെന്ന് അഡ്മിഷൻ എടുത്താൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു 24 hour കൊണ്ട് ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് നാളെ നൈറ്റിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മളൊരു ചെറിയ ഓഫറും കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ഓഫർ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, അവരെ കോൺടാക്ട് ചെയ്താൽ, അതായത് ഒരു 5000 അടച്ചിട്ട് സീറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ അവരെ ഫീസിൽ ടോട്ടൽ ഫീസിലൊരു ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ റെപ്രസെൻറ്റേറ്റീവിനെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യുക. ഈ മാസവും അടുത്ത മാസത്തിനുള്ള ബാച്ചിനാണ് ഇപ്പോൾ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്നത്. അതല്ല ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആ സമയത്ത് കൺസിഡർ ആവും. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് വിചാരിക്കണേ. എന്നാലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ അശ്വതി ഉണ്ടോ? ഹലോ, അശ്വതി ഇല്ലേ? അവൈലബിൾ അല്ല. ഓക്കെ, എല്ലാവർക്കും ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളൊരു 1 മണിക്കൂർ ചിലവഴിച്ച് ഇത് ഞങ്ങളെ കേൾക്കാനും ഫസാഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിയാനും വന്നവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ താങ്ക് യു. ഗുഡ് നൈറ്റ്.